നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് നല്ല മുരുമുരാന്നുള്ള ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ മാത്രമേ ഉഴുന്ന് വെള്ളത്തിലിടാവുള്ളൂ. അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വട ഉണ്ടാക്കുന്ന സമയത്ത് നിറയെ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഞാൻ ഗ്രൈൻഡറാണ് മാക്സിമം യൂസ് ചെയ്യാറുള്ളത്, മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടുള്ള മുരമുരാന്നുള്ള വട കിട്ടാറുള്ളത്. കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുത്ത് വേണം മാവ് അരയ്ക്കാനായിട്ട്. അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് മാവ് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരച്ച മാവിനകത്തിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇനി അടുത്തതായി ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്, 1/4 മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക്, 1/4 ടീസ്പൂണോളം കായപ്പൊടി. എല്ലാം ചേർത്ത് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. കൈ നനച്ചിട്ട് വേണം മാവെടുത്ത് ഷേപ്പ് ചെയ്ത് എണ്ണയ്ക്കകത്തിലോട്ട് ഇടാൻ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. ആദ്യമൊക്കെ ഷേപ്പ് കറക്റ്റായിട്ട് വരണമെന്നില്ല, 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. ഉഴുന്നരയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഒലച്ച് കഴുകേണ്ട ആവശ്യമില്ല. അങ്ങനെ കഴുകുവാണെങ്കിൽ അരയുന്ന സമയത്ത് ഉഴുന്ന മാവ് പൊങ്ങി വരത്തില്ല. ഹോട്ടലുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ നല്ല മുരിഞ്ഞ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക്